ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീജാസ് വണ്ടർലാൻഡ്. ഞാനിന്ന് തയ്യാറാക്കുന്നത് ചിക്കൻ തോരനാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി നന്നായി കഴുകിയെടുത്ത ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ബോൺലെസ് പീസുകളാണ് എടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, ഒരൽപ്പം ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് മാത്രം വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഒരു വിസിൽ മാത്രം കേട്ടാൽ മതിയാകും. അതിനുശേഷം ചിക്കൻ തോരൻ റെഡിയാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അതിലേക്ക് 1/4 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിന് പകരം ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്താലും മതിയാകും. അതിലേക്ക് 1 സ്പൂൺ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാവുന്നതാണ്. തേങ്ങാ കഷ്ണങ്ങൾ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാവുന്നതാണ്. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താലും മതിയാകും. നന്നായി വഴറ്റിയെടുത്ത സവാളയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. വേവിച്ചെടുത്ത ചിക്കനിൽ നിന്നുള്ള വെള്ളം വറ്റിച്ചെടുക്കാം. അതിനായി ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം വറ്റിച്ചെടുക്കാവുന്നതാണ്. തോരനാവശ്യമായ ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 അല്ലി വെളുത്തുള്ളി, 1/4 സ്പൂൺ ഗരം മസാല പൊടി എന്നിവ ചേർത്ത് ചതച്ചെടുക്കാം. തോരൻ അരച്ചെടുക്കുന്നത് പോലെ ചതച്ചെടുക്കാവുന്നതാണ്. അരച്ചെടുത്ത മിക്സ് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. 10 മിനിറ്റ് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം.
വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ തോരൻ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.